അടുത്ത ചോദ്യം. ഈ ജന്മത്തിൽ ചെയ്ത പുണ്യപാപങ്ങൾക്ക് ഫലം ഈ ജന്മത്തിൽ തന്നെ കിട്ടേണ്ടിയിരിക്കെ എന്തുകൊണ്ടാണ് അത് അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകുന്നത്? ഇപ്പോൾ ഈ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ കർമ്മങ്ങൾ ഈ ജന്മത്തിന് അനുകൂലമായ സമയ സാഹചര്യങ്ങളും സന്ദർഭങ്ങൾക്കും അനുകൂലമാണ് എന്നതാണ്. അല്ലാത്ത പക്ഷം അതിൻ്റെ ഫലം ഏത് കർമ്മം നമ്മൾ ചെയ്യുന്നുവോ ആ കർമ്മത്തിന് അനുകൂലമായ ഒരു സാഹചര്യവും സന്ദർഭവും അതിൻ്റെ ഫലം അനുഭവിക്കാൻ ഉണ്ടാകണം എന്ന് നമുക്കറിയാം. അപ്പോൾ അത് സമയവും സന്ദർഭവുമാണ് ഈ കർമ്മഫലത്തിൻ്റെ ഫലം വരുന്നതിൻ്റെ പ്രക്രിയയുടെ ഭാഗമായിട്ട് വരുന്നത്. കർമ്മം എന്ന് പറയുന്നതും കർമ്മഫലം എന്ന് പറയുന്നതും ഒരു ക്രമബദ്ധമായ പരിണാമമാണ്, മാനിഫെസ്റ്റേഷനാണ്. അപ്പം അതിന് അങ്ങനെ ഒരു പ്രത്യേക സമയവും കാലവും നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. അതിനൊരു സമയം ഉണ്ട്, അതിനൊരു റൈപ്പിംഗ് സമയമുണ്ട്. ഒരു മാവിലെ മാമ്പഴം ഉണ്ടാകുന്നത് പോലെ അത് അതിൻ്റെ പൂവായി വരുന്നു, പൂവായി കഴിഞ്ഞ് പിന്നെ അത് കണ്ണിമാങ്ങയാകുന്നു, പതുക്കെ പതുക്കെ അത് മാമ്പഴമായിട്ട് പര്യവസാനിക്കുന്നു. അപ്പോൾ അതുവരെ അതിനൊരു കാലക്രമമുണ്ട്. ആ കാലക്രമത്തിനുള്ളിൽ അത് സാധ്യമായാൽ അത് ശരി. അല്ലാത്ത പക്ഷം ഇത് സൂക്ഷ്മ ശരീരത്തിൽ, അതായത് ഈ കർമ്മഫലങ്ങളൊക്കെ ശരിക്കും നിൽക്കുന്നത് സ്ഥൂല ശരീരത്തിലല്ല, സൂക്ഷ്മ ശരീരത്തിലാണ്. സൂക്ഷ്മ ശരീരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, നമ്മുടെ ഇന്ദ്രിയങ്ങൾ, ഇതെല്ലാം ചേർന്ന 17-19 തത്വങ്ങളായിട്ട് പറയുന്നവയാണ് ഈ സൂക്ഷ്മ ശരീരങ്ങൾ. അപ്പം അത് നമ്മുടെ മനസ്സ്, ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ മാനസിക അവസ്ഥ, നമ്മുടെ മനസ്സിൽ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള ശരീരം, സ്വപ്നത്തിൽ നാം അനുഭവിക്കുന്നതായിട്ടുള്ള ശരീരം. അപ്പം ആ തലത്തിലാണ്, അങ്ങനെ സൂക്ഷ്മ രൂപത്തിലാണ് ഈ കർമ്മഫലങ്ങൾ നിൽക്കുക. അപ്പം അതുകൊണ്ട് ഈ ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റാത്തത് അടുത്ത ശരീരത്തിൽ, ഈ ശരീരത്തിൻ്റെ കാലം കഴിഞ്ഞാൽ അടുത്ത ശരീരത്തിൽ അത് അനുഭവിക്കും എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ ക്രമം. ഇനി ഇതേപോലെ തന്നെ കഴിഞ്ഞ ജന്മത്തിൽ നിന്നുള്ള ഫലങ്ങളും നമ്മുടെ ഈ ജന്മത്തിലേക്ക് കടന്നു വരും. അപ്പോൾ ഒരാൾ നമുക്ക് ഈ ജന്മത്തിൽ കർമ്മം ചെയ്തു, ഈ ജന്മത്തിൽ തന്നെ കിട്ടണമെന്ന് പറഞ്ഞാൽ അയാൾ കർമ്മം ചെയ്ത ആ കർമ്മം പിന്നീട് വരാനിരിക്കുന്നതാണെങ്കിൽ അത് ഈ ജന്മത്തിൽ കിട്ടാൻ വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിനടുത്ത ജന്മം വരെ കാത്തിരിക്കുക തന്നെ വേണ്ടി വരും. ശാസ്ത്രത്തിലെ മറ്റൊരു വചനമുണ്ട്, അതായത് ചില കർമ്മങ്ങൾ ദൃഷ്ടഫലങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഈ ജന്മത്ത് തന്നെ ഇവിടെ തന്നെ ഉണ്ടാകേണ്ടത്. ഇപ്പം നമ്മളൊരു കർമ്മം ചെയ്തു, നല്ല ഭക്ഷണം അല്ലെങ്കിൽ ആഹാരം ലഭിക്കാനുള്ള ഒരു കർമ്മം ചെയ്തു, ഇപ്പം കൃഷി മുതലായ കർമ്മം എന്ന് വയ്ക്കാം. അങ്ങനെ കർമ്മം ചെയ്താൽ അതിൻ്റെ ഫലം ഈ ജന്മത്ത് തന്നെ ലഭിക്കും. അല്ലാതെ ഇവിടെ കൃഷി ചെയ്തു എന്ന് പറഞ്ഞിട്ട് അടുത്ത ജന്മം ആ കൃഷിയുടെ ഫലം ഭുജിക്കാൻ വേണ്ടിയിട്ടുണ്ടാകും എന്നില്ല. എന്നാൽ ഈ അദൃഷ്ട ജന്മവേദനീയങ്ങളായിട്ടുള്ള രണ്ടാമത്തെ ഗ്രൂപ്പാണ് അദൃഷ്ട ജന്മവേദനീയങ്ങൾ. എന്ന് വെച്ചാൽ ഈ ജന്മത്ത് അനുഭവിക്കാൻ ഉതകുന്നതല്ല, ഭാവി ജന്മം കൊണ്ടേ അത് അനുഭവിക്കാൻ കഴിയും. ഇപ്പോൾ ഭാരതത്തിൽ ഉള്ള ഒരാൾ ചിന്തിക്കുകയാണ്, ഞാൻ അമേരിക്കയിൽ ജനിച്ചുവെങ്കിൽ നന്നായിരുന്നു, അപ്പോൾ എനിക്ക് അമേരിക്കയിൽ ജനിക്കണം എന്നൊരാൾ ആഗ്രഹിക്കുകയാണെന്ന് വെക്കും. അപ്പോൾ ഈ ജന്മത്തിൽ എന്തായാലും അമേരിക്കയിൽ ജനിക്കാൻ പറ്റില്ല, കാരണം അയാൾ ഇവിടെ ജനിച്ച ഒരാളാണ്, ഭാരതത്തിൽ ജനിച്ച ഒരാളാണ്. അപ്പോൾ അമേരിക്കയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്കിനി അടുത്ത ജന്മമേ അതിന് സാധ്യമാകും. അപ്പോൾ അതിനനുസരിച്ച് അയാൾ അത്തരം കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് അടുത്ത ജന്മം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്. കാരണം അമേരിക്കയിൽ ജനിക്കാൻ ഇപ്പോൾ ഏത് കർമ്മമാണ് ചെയ്യേണ്ടത് എന്ന് ഇവിടെ ചോദിക്കാൻ സാധ്യമല്ല. കാരണം
അങ്ങനെ ഒരു വിധി ശാസ്ത്രത്തിൽ ഇല്ലാത്തത് കൊണ്ട്. അപ്പം അതുപോലെ ഒരാൾ ജീവിതത്തിൽ ആദ്യകാലത്ത് സർക്കാരിലോ മറ്റൊക്കെ ജോലി ചെയ്യുന്നു. അയാളുടെ റിട്ടയർമെൻറ്റിന് ശേഷമാണ് പെൻഷൻ കിട്ടുക. അപ്പം അതൊരു പ്രോസസ്സാണ്. അതിന് ശേഷമായിരിക്കും ആ പെൻഷൻ കിട്ടുക. അപ്പം അയാൾ എന്താണ് അതിന് പറയുക, അതിനൊരു അപ്പുറത്ത് അതിന് മുമ്പ് പെൻഷൻ കിട്ടണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ആ കർമ്മത്തിൻ്റെ ഒരു പ്രോസസ്സാണ് ആ സമയം എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ കർമ്മത്തിനും ഓരോ സമയവും കാലവും അവസ്ഥയും ഉണ്ട്. ഇത് വളരെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിലുള്ള ഒരു വിഷമം, ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, നമുക്ക് ഈ കാലങ്ങളും സമയങ്ങളും ഒന്നും അറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഏത് കർമ്മം എങ്ങനെ പരിണമിച്ചു വരും എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതിനാണ് നമുക്ക് മറ്റ് പല ശാസ്ത്രങ്ങളുടെയും സഹായം തേടേണ്ടി വരുന്നത്. ഏത് സമയത്താണ് ഈ കർമ്മങ്ങളൊക്കെ പരിണമിച്ചു വരിക എന്നുള്ളത്. അപ്പോൾ അതിലൊക്കെ ശാസ്ത്രത്തിന് വ്യക്തമായ അതിൻ്റെ വ്യവസ്ഥകളുണ്ട്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ ഈ ഉത്തരം അവസാനിപ്പിക്കാം. അതായത് ശാസ്ത്രം പറയുന്നത് അത്യുത്കടങ്ങളായിട്ടുള്ള പുണ്യപാപങ്ങളാണെങ്കിൽ, അത്യുത്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിതീവ്രമായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള പാപവും അതിതീവ്രമായിട്ടുള്ള പുണ്യവുമാണെങ്കിൽ അതിൻ്റെ ഫലം, അത് ഈ ജന്മത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന സന്ദർഭത്തിലാണെങ്കിൽ അതിൻ്റെ ഫലം എത്രയും വേഗം തന്നെ നമുക്ക് കിട്ടുമെന്നാണ്. അപ്പോൾ അതിനൊരു സമയം പറയുന്നത് ത്രിഭിർ വർഷൈഹി ത്രിഭിർ മാസൈഹി ത്രിഭിർ പക്ഷൈഹി ത്രിഭിർ ദിനൈഹി അത്യുത്കടൈർ പുണ്യപാപൈഹി ഇഹൈവ ഫലമശ്നുതേ. അതിൻ്റെ അർത്ഥം ഈ പുണ്യങ്ങളുടെയും പാപങ്ങളുടെയും തീവ്രത അനുസരിച്ച് 3 വർഷത്തിലോ, അപ്പോൾ 3 വർഷത്തിൽ എപ്പോഴെങ്കിലും ആ പുണ്യത്തിൻ്റെ പാപത്തിൻ്റെ ഫലം വരും. അല്ലെങ്കിൽ അതിലും കൂടുതൽ തീവ്രമായതാണെങ്കിൽ 3 മാസത്തിൽ, അതിലും തീവ്രമായതാണെങ്കിൽ 3 പക്ഷത്തിൽ. ഒരു പക്ഷം എന്ന് പറഞ്ഞാൽ 15 ദിവസമാണ് നമ്മൾ കൃഷ്ണപക്ഷം ശുക്ലപക്ഷം എന്ന് പറയുന്നത്. പിന്നെ അതിലും തീവ്രമാണെങ്കിൽ 3 ദിവസത്തിൽ. അപ്പോൾ ഇതാണ് ഒരു ക്രമം പറഞ്ഞത്. ഈ ക്രമം പറഞ്ഞത് അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അതാണ് കർമ്മത്തിൻ്റെ ഫലം ഇവിടെ അനുഭവിക്കാൻ കഴിയാത്തത് അനുഭവിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഉണ്ടാകും എന്നുള്ളത് സത്യമാണ്. അതിന് പാപങ്ങളാണെങ്കിൽ അതിന് ചില പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്യാം. ആ പ്രായശ്ചിത്തങ്ങൾ ചെയ്താൽ ആ കർമ്മഫലത്തിൽ നിന്ന് മുക്തമാകാം. അല്ലാതെ ഒരു രീതിയിലും ഈ കർമ്മസിദ്ധാന്തത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടോ, കർമ്മസിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടോ, ഈശ്വരനിൽ വിശ്വസിക്കുന്നത് കൊണ്ടോ, ഈശ്വരനിൽ വിശ്വസിക്കാത്തത് കൊണ്ടോ, ഇനി കോർട്ടിൽ പോയിട്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പാപം ചെയ്തു, അത് കോർട്ടിൽ നിന്ന് നമ്മൾ എങ്ങനെയെങ്കിലും ജയിച്ചു വന്നു എന്നതുകൊണ്ടോ ഒന്നും അത് നഷ്ടമാകുന്നില്ല. അത് തീർച്ചയായിട്ടും ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ ഫലം എങ്ങനെയാണ് അനുഭവിക്കേണ്ടത് അതിന് ഫലമായിട്ട് വരും എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവമാണ്. അത് വളരെ ശ്രദ്ധിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അത് വ്യക്തമാകും എല്ലാ കർമ്മത്തിനും അതിൻ്റേതായിട്ടുള്ള പരിണത ഫലം ഉണ്ട് എന്നുള്ളത്.